രാവിലെ ആയപ്പോൾ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരേ ആഗ്രഹം. പുറത്ത് പോയി കുറച്ച് നേരം കറങ്ങിയിട്ട് വന്നായിരുന്നു. ഒന്നും ആലോചിച്ചില്ല. എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് റെഡിയായി. ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിലോട്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ചെറിയൊരു നടത്തം കൂടി അങ്ങായി. ചെറിയൊരു വെയിലുണ്ടായിരുന്നു, പക്ഷേ കുട ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ ഓൾറെഡി ബസ് വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ ചേട്ടനോടൊന്ന് ചോദിച്ച് കൺഫർമേഷൻ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ കൺഫേം ചെയ്ത് ഞങ്ങൾ ബസ്സിൽ കയറി. കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടോ കയറാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ബസ്സിൽ കയറി ഓരോ സീറ്റ് പിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇതാണ് നമ്മുടെ ബസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇരിക്കാനുള്ള സീറ്റാണെങ്കിലും ഉള്ളിലെ സൗകര്യമാണെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. ഇത് ബസ്സിനുള്ളിൽ കൂടെ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. സൗദി എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു മരുഭൂമി, ചൂട്, ആ ഒരു വൈബല്ലേ. ബട്ട് ഇവിടെ തികച്ചും വ്യത്യാസമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ തബൂക്ക് സിറ്റിയുടെ അട്രാക്റ്റീവ് സിമ്പിൾ. പ്ലാൻ പാർക്കായിരുന്നെങ്കിലും ആദ്യം പോയത് കഴിക്കാനായിരുന്നു. കഴിപ്പില്ലാതെ എന്ത് ട്രിപ്പല്ലേ. പാർക്കിൽ പോവേണ്ട ഞങ്ങൾ കഴിച്ചിട്ട് തിരിച്ചു പോവേണ്ടി വന്നു. അങ്ങനെ പിന്നെയും റിട്ടേൺ ബസ്സിൽ കയറി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. ഇത് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന റൂട്ടാണ്. ഹോസ്പിറ്റലിനടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോസ്റ്റലും. അപ്പോൾ പോകുന്ന വഴിക്ക് മരങ്ങളും കുറച്ച് പച്ചപ്പും ഹരിതാപകരവും ഒക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. MCH ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിനടുത്തുള്ള പനയാട്ടോ. ഏതായാലും പാർക്കിലോ പോകാൻ പറ്റിയില്ല. കുറച്ച് നേരം ഇവിടെയെങ്കിലും ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയി. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലാട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലായിട്ട് കുറച്ച് ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. രസമാണ് കാണാനായിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ.